കോമളവും മൃദുലവുമായ ഒരു തുളസി ചെടിയെയും ഭീമാകാരമായ ഒരു ആൽവൃക്ഷത്തെയും ഒരേ ഭക്തിയോടെ കണ്ട് ആരാധിക്കപ്പെടുന്ന നാടാണ് നമ്മുടേത്. വിവിധ ആരാധനാ രീതിയുടെ ഭാഗമായി ആനയും പശുവും പട്ടിയും കുരങ്ങനും ഉറുമ്പ് പോലും ആരാധിക്കപ്പെടുന്ന നാടാണ് നമ്മുടെ ഭാരതം. പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളിലും ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന അതിഗഹനമായ ഒരു ആധ്യാത്മിക ബോധന രീതിയാണ് പൗരാണിക ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. നാമങ്ങളിലും രൂപങ്ങളിലുമുള്ള വൈവിധ്യങ്ങളെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഏകമായ സത്യത്തെ തേടിക്കൊണ്ടുള്ള യാത്രയിലാണ് ക്ഷേത്രമെന്ന ആധ്യാത്മിക സംഗീതത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ പ്രദക്ഷിണ വഴിയിൽ നമ്മൾ എത്തിയിരിക്കുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര സന്നിധിയിലാണ്. പ്രദക്ഷിണ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പുരാൻ്റെ നടയിലെത്തി തൊഴുതു വന്ദിച്ചു കഴിഞ്ഞാൽ നേരെ കിഴക്കോട്ട് നോക്കി മനസ്സിൽ കാരസ്കരേശ്വരനായിരിക്കുന്ന വൈദ്യനാഥനായിരിക്കുന്ന കാഞ്ഞനകാട്ടപ്പനെ സങ്കല്പിച്ചുകൊണ്ടുള്ള ധ്യാനമാണ് ആദ്യം ആവശ്യം. അതിനുശേഷമാണ് നാം ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നത്. സ്വാമിൻ ഗൗരീശ കാരസ്കര വിപിന പരേ ഭക്തബന്ധോ കൃപാലോ ദേവാധീശേന്തു മൗലേ ജഗദുദയ പരിത്രാണ സംഹാരഹേതോ രോഗാരണ്യാനലാംനാം പുരമദന സദാ പാഹി പാഹീതി നിത്യം ദേവഃ സംപ്രാർത്ഥിതോ രോഗിഭിരധിഗതരം പ്രീതിമുൽ പാദയേന്നഃ. പ്രാർത്ഥനാ രീതിയിലും പ്രദക്ഷിണ രീതിയിലുമൊക്കെ ഏറെ വ്യത്യസ്തതകളുള്ള ക്ഷേത്രമാണ് തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രം. ഓരോ ക്ഷേത്രത്തിലെയും ചിട്ടകൾ അറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. തളിപ്പറമ്പിലെ പ്രദക്ഷിണ രീതിയിലുള്ള വ്യത്യസ്തത ശ്രദ്ധിക്കുക. ആദ്യം വൈദ്യനാഥനെ തൊഴുത് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വലതുവശത്ത് വന്ന് കിഴക്കോട്ട് നോക്കി ലക്ഷ്മിയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം. അതിനുശേഷം ഇടതുവശത്തെ ഗോപുരത്തിൽ ചെന്ന് കിഴക്കോട്ട് നോക്കി അലക്ഷ്മിയെ അഥവാ ജ്യേഷ്ഠ ഭഗവതിയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം. അതിനുശേഷം യക്ഷിയെ കൂടി മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് നാം ഋഷഭ സന്നിധിയിലേക്ക് നടന്നു ചെല്ലുന്നത്. രാജരാജേശ്വരനായിരിക്കുന്ന പെരുന്തൃക്കോവിലപ്പനായിരിക്കുന്ന പെരുഞ്ചൂല്ലൂരപ്പനായിരിക്കുന്ന പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നമുക്ക് ആരംഭിക്കാം. ഏറെ വണങ്ങി നിന്ന് തൊഴുതാൽ മാത്രം ശിവലിംഗം കാണാവുന്ന രീതിയിലാണ് ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ലിംഗത്തിന് തന്നെ വളരെയധികം വലിപ്പമുണ്ട്. അതുകൊണ്ട് നിന്നാണ് പൂജാകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. രാജരാജേശ്വര പ്രതിഷ്ഠ ആയതുകൊണ്ടായിരിക്കണം ആരാധനാ രീതികളിലൊക്കെ ഏറെ വ്യത്യസ്തതകളാണ് ഇവിടെ നിലനിന്നു വരുന്നത്. ക്ഷേത്രത്തിന് നടയിൽ സാധാരണ ശിവക്ഷേത്രങ്ങളിൽ കാണാവുന്ന രീതിയിലുള്ള കൊടിമരം ഇവിടെ ഇല്ല. അതുകൂടാതെ ഇവിടെയുള്ള വലിയ ബലിക്കല്ലിന് മറ്റു ക്ഷേത്രങ്ങളിലുള്ള ബലിക്കല്ലിനേക്കാൾ അസാമാന്യമായ വലിപ്പ കൂടുതലാണ് ഉള്ളത്.
ലക്ഷ്മീപുരേശ ഹരശങ്കര മന്മധാരേ ദാക്ഷായണി പ്രിയ മഹേശ്വര ദേവദേവാ ഉക്ഷധ്വജ പ്രണമദാർത്തി ഹരപ്രഭാവ ചെല്ലൂരുമേശ തവ മംഗള സുപ്രഭാതം ചഞ്ചജ്ജടാമകുട ശോഭിത ചന്ദ്രകണ്ഠം കർണാവതം സഫണികുണ്ഡല ശോഭിഗണ്ഡം ഹസ്തോല്ലസന്മൃഗ കുഠാരവരാഭയാഢ്യം ചെല്ലൂരുമേശ തവ മംഗള സുപ്രഭാതം ശ്രീരാജരാജ തവ ദിവ്യധര പ്രഭാവാൽ ശ്രീരാമചന്ദ്രനു മണഞ്ഞു തവാന്തികത്തിൽ ശ്രീയാർന്നിടേണമതിനായി നമസ്കരിച്ചാൻ ചെല്ലൂരുമേശ തവ മംഗള സുപ്രഭാതം. നാം കടന്നു ചെല്ലുന്നത് രാജരാജേശ്വര സന്നിധിയിലേക്കാണ് എന്നതുകൊണ്ട് തന്നെ ഏറെ ചിട്ടയോടെ വേണം ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ. നാം ഉടുത്ത മുണ്ടിന് മുകളിലായി രണ്ടാം മുണ്ട് ഉടുത്ത ശേഷം മാത്രമേ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാവൂ. ഷർട്ട്, ബനിയൻ, ലുങ്കി മുതലായവയൊന്നും തന്നെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിക്കാറില്ല. വിശ്വകർമാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ശിവലിംഗങ്ങളിൽ രണ്ടെണ്ണവും പ്രതിഷ്ഠാ സമയത്ത് ഭൂമിയിൽ താഴ്ന്നുപോയി. മൂന്നാമത്തെ ശിവലിംഗവും ഭൂമിയിലേക്ക് താഴുവാൻ തുടങ്ങിയപ്പോൾ അഗസ്ത്യമുനി അശ്വമേധ നമസ്കാരം ചെയ്യുകയാണുണ്ടായത്. 12 നമസ്കാരം പൂർത്തിയായപ്പോഴേക്കും ശിവലിംഗം ഭൂമിയിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് വിശ്വാസം. ആ ഓർമ്മയ്ക്കായി ഇപ്പോഴും അശ്വമേധ നമസ്കാരം വഴിപാടായി സമർപ്പിക്കുന്ന ഒരു പതിവ് ഈ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു വിശേഷം, കാമധേനുവിൽ നിന്നും കറന്നെടുത്ത പാലിൻ്റെ നെയ്യ് കൊണ്ടാണ് പ്രതിഷ്ഠാ സമയത്ത് ശ്രീകോവിലിനകത്തുള്ള വിളക്ക് തെളിയിച്ചത്. ആ ഓർമ്മയിൽ തന്നെയാവണം ക്ഷേത്രത്തിനകത്ത് നെയ്യ് മാത്രമേ ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നു. മനോഹരമായ ദാരുശില്പങ്ങൾ കൊണ്ട് സമ്പന്നമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര സന്നിധിയിലുള്ള നമസ്കാര മണ്ഡപം. നമസ്കാര മണ്ഡപത്തിൻ്റെ മുകൾ വശത്ത് ശിവകഥകൾ ആലേഖനം ചെയ്തിരിക്കുന്ന ദാരുശില്പങ്ങൾ കാണാൻ സാധിക്കും. അത്യപൂർവമായ ശില്പകലാവൈഭവം പ്രകടമാക്കുന്ന ശില്പങ്ങളാണ് ഈ നമസ്കാര മണ്ഡപത്തിൽ ഉള്ളത്. നമസ്കാര മണ്ഡപത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ നമസ്കാര മണ്ഡപത്തിൽ സാക്ഷാൽ ശ്രീരാമസ്വാമി നമസ്കരിച്ചെന്നും അതിനുശേഷം ആർക്കും തന്നെ നമസ്കാരത്തിന് അധികാരമില്ല എന്നുള്ളതുമാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നാം കാണാറുള്ളത് പോലെ ആരും തന്നെ നമസ്കാര മണ്ഡപത്തിൽ ഇവിടെ നമസ്കരിക്കാറില്ല. ഭഗവാന്റെ
ശൈവ വൈഷ്ണവ ചൈതന്യത്തെ വ്യക്തമാക്കുന്ന അനേകം ദാരുശില്പങ്ങൾ കൊണ്ട് മനോഹരമായ ആലേഖനമാണ് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിൽ. കാണാൻ ശൈവസ്വരൂപമാണെങ്കിലും ശിവൻ്റേതായ സാധാരണ പ്രത്യേകതകളൊന്നും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലില്ല. ശിവരാത്രി, പ്രദോഷം എന്നിവയ്ക്ക് ഇവിടെ പ്രത്യേക പൂജകൾ പതിവില്ല. ശംഖധ്വനിയും ഇല്ല. ശിവരാത്രിക്ക് തുടങ്ങിയാൽ വിഷുവിന് അവസാനിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഉത്സവം ഒരു കാലഘട്ടത്തിൽ നടന്നു വന്നിരുന്നത്. ഇവിടുത്തെ പൂജയ്ക്ക് കൂവളത്തില ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട്. പകരം തുളസി കതിരാണ് പൂജയ്ക്ക് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത്. മറ്റു ശിവക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ ഗണപതിക്ക് പ്രത്യേക പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിലില്ല. വിഷുവിനും ശിവരാത്രിക്കും തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിച്ച് രാജരാജേശ്വരനെ കാണാനായി ഈ തിരുനടയിൽ എത്തിച്ചേരുന്നു എന്ന ഒരു പതിവ് കൂടി ഇവിടെയുണ്ട്. ഐശ്വര്യദാനനിരതം കണി കണ്ടു കൂപ്പും ഭക്തർക്കഭീഷ്ടസിദ്ധിയണച്ചു നിത്യം. ലക്ഷ്മീപുരത്തിലമരുന്നൊരു ദേവദേവാ, ചെല്ലൂരുമേശ തവ മംഗള സുപ്രഭാതം.